നമസ്കാരം. പിണറായിയുടെ മകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുകയും പിന്നീട് CMRL എക്സാലോജിക് കേസും അതിൻ്റെ ഭാഗമായുള്ള വീട് റെയ്ഡ് ചെയ്യുന്നതിലേക്കൊക്കെ എത്തിയപ്പോൾ അവരുടെ വീട്ടിലെത്തിയ ED ഉദ്യോഗസ്ഥരെ കുറേയേറെ കമ്മിക്കൂട്ടങ്ങൾ ഒരു ആക്രമണം അഴിച്ചുവിട്ട് കടന്നാക്രമിച്ചു. മിനിമം ബോധമുള്ളവർ ചെയ്യാത്തതുപോലെ പാർട്ടിയുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത വീണ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി അങ്ങനെ തന്നെ പറയാൻ കഴിയൂ. കാരണം വീണയ്ക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള വീണയ്ക്ക് വേണ്ടി ഈ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പോലും ഒന്ന് ചികഞ്ഞു നോക്കാതെ ശരിയായ രീതിയിലാണോ അന്വേഷണം പോകുന്നതെന്ന് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട കുറേയേറെ പേർ 2 മാസത്തോളം ജയിലിൽ കിടന്നിട്ട് ഇപ്പോഴാണ് കഷ്ടിച്ചു പുറത്തിറങ്ങിയത്. അന്ന് മുതൽ അന്വേഷണ സംഘം പറയുന്നുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട ചില ഉന്നത നേതാക്കന്മാരുമുണ്ട് എന്ന്. അതായത് EDയുടെ വാഹനം ആക്രമിച്ച കേസിൽ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയും ഉണ്ട് എന്നും ഉദ്യോഗസ്ഥർ വീണയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ ആ സമയത്ത് എത്തുമെന്നുള്ള കൃത്യമായ ധാരണ ഈ അണികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നും അത് കൊടുത്തത് കൊണ്ടാണ് അത്ര വേഗത്തിൽ ഇത്രയും ആൾക്കാർ അവിടെ തടിച്ചുകൂടി ഇത്രയും വലിയൊരു പ്രക്ഷോഭം അഴിച്ചുവിടാൻ കഴിഞ്ഞതെന്നും. എന്നാൽ അപ്പോഴൊക്കെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ആരാണ് ഈ പ്രമുഖർ എന്ന്. പലപ്പോഴും അങ്ങനെയാണല്ലോ, മാധ്യമങ്ങളും ചാനൽ ചർച്ചകളിലും ഒന്നും പ്രമുഖർക്ക് മുഖമുണ്ടാകാറില്ല, പേരുമുണ്ടാകാറില്ല. അവർക്ക് പൊതുവായ ഒരു പേരാണ് കൊടുക്കാറുള്ളത്, പ്രമുഖൻ. ആയിക്കോട്ടെ, പക്ഷേ ഈ പ്രമുഖർ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്ന് അന്നു മുതലൊരു ചോദ്യം ഉയർന്നുണ്ടായിരുന്നു. അണികളൊക്കെ അകത്ത് കിടന്ന് 60 ദിവസം ജയിൽ കമ്പി എണ്ണിക്കളിച്ചപ്പോൾ ഒരു പ്രമുഖനിലേക്കും എന്തുകൊണ്ട് അന്വേഷണം എത്തിയില്ല എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഉത്തരമായിരിക്കുകയാണ്. കളിച്ചത് കേന്ദ്ര അന്വേഷണ സംഘത്തോടാണ്. കേരള പോലീസിനെ പോലെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് പറ്റിക്കാനും പാർട്ടി മാറുമ്പോൾ തരാതരം പോലെ മാറുന്നവരുമല്ല കേന്ദ്രസേന. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ കിട്ടേണ്ടത് കൃത്യമായി കിട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി അവരെ ആക്രമിച്ച, അവരുടെ വാഹനങ്ങൾ തല്ലിത്തകർത്ത, ഏതാണ്ട് കൊലപാതക ശ്രമം വരെ നടത്തിയ അത്രയും രൂക്ഷമായ പ്രവർത്തനങ്ങളാണ് ഈ ഇടത് കമ്മിക്കൂട്ടങ്ങളെന്ന് അഴിച്ചുവിട്ടത്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പൊക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല, ബിനീഷ് കോടിയേരിയാണ്. ഒപ്പം 2 പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്ന് ജോൺ ബ്രിട്ടാസ്, 2 MV ഗോവിന്ദൻ. ഈ 3 പേരെയാണ് ഇപ്പോൾ ED അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുമെന്നും ഒക്കെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വസ്തുതാപരമായ ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ ബിനീഷ് കോടിയേരിയുടേതാണ്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയിലേക്ക് അന്വേഷണം എത്തിക്കുകയാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ബിനീഷ് കോടിയേരിയിലേക്കും അന്വേഷണം അങ്ങനെ നീളുകയാണ്. ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അക്രമ ദിവസത്തെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. പ്രതികളായ 25 പേരുമായി ബിനീഷ് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടന്ന ദിവസം ED ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ മൊത്തം 25 പ്രതികളാണുള്ളത്. ആക്രമണത്തിൽ ഇവരുടെ പങ്കും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ബിനീഷിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നത്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട ദിവസം ബിനീഷ് കോടിയേരിയുടെ ഫോണിൽ നിന്ന് 25 പ്രതികളുമായി ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസിന് പരിശോധിക്കാൻ പോകുന്നത്. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ദിവസം ബിനീഷ് കോടിയേരി സംഭവസ്ഥലത്തെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. അതങ്ങനെയാണല്ലോ അല്ലേ, അണികളൊക്കെ പങ്കെടുക്കുമ്പോൾ നേതാക്കന്മാരൊക്കെ വളരെ പരിശുദ്ധരായി മാറി നിൽക്കും. അവർക്ക് കൃത്യമായി രാഷ്ട്രീയത്തിൻ്റെ ഈ കളികളൊക്കെ അറിയാമല്ലോ. അണികൾ പെട്ടോട്ടെ, നമുക്ക് കൈകഴുകി രക്ഷപ്പെടാമെന്നുള്ള ആ ഒരു തന്ത്രം. ഓക്കെ, കാര്യങ്ങൾ പോട്ടെ, നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നാൽ ഗൂഢാലോചനയിൽ ഈ ബിനീഷ് കോടിയേരി അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന അന്നേ ഒരു സംശയമുണ്ടായിരുന്നു. അതിനാലാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോൺ വിവരങ്ങളൊക്കെ പരിശോധിച്ചത്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിനീഷിന് ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാതെ വയ്യ. ഈ ചോദ്യം ചോദിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ബിനീഷിന് പിണറായിയിൽ നിന്നും ഈ കമ്മിക്കൂട്ടങ്ങളിൽ നിന്നും അവഗണനയല്ലാതെ എന്താണ് കിട്ടിയിട്ടുള്ളത്? ലോകത്ത് ആര് ഈ സമരത്തിന് വേണ്ടി പിണറായിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ EDയെ കടിക്കാനും മാന്താനും നിന്നാലും സാരമില്ല. പക്ഷെ ഒരല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ, ഒരല്പമെങ്കിലും പിതാവിനോടെങ്കിലും ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ ബിനീഷ് ചെയ്യേണ്ടത് ഇതായിരുന്നില്ല. കാരണം ബിനീഷ് എന്നൊരു മകൻ മുടിയനായ പുത്രനായി പോയി എന്ന് എഴുതി തള്ളിയവരാണ് ഈ കമ്മിക്കൂട്ടങ്ങൾ. അതിന്റെ പേരിൽ കേരള രാഷ്ട്രീയത്തിലെ അതിപ്രശസ്തനായ, കേരള രാഷ്ട്രീയത്തിലെ കരുത്തരിലൊരാളായ കോടിയേരി ബാലകൃഷ്ണൻ എന്ന മനുഷ്യനെ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെപ്പിച്ച് മാറ്റി നിർത്തിയവരാണ് ഈ കമ്മിക്കൂട്ടങ്ങൾ. ബിനീഷ് വലിയ മഹാനായിരുന്നു എന്നൊന്നും പറയുന്നില്ല. ആ കേസിന്റെ നാൾവഴികൾ എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അത് വ്യക്തമാകും. ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ വിശ്വാസം നേടുന്നത് അതിന്റെ ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രതിസന്ധികളിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലൂടെയും പരാമർശിക്കപ്പെടുന്ന വാക്കുകളിലൂടെയും ഒക്കെ കൂടിയാണ്.
പാർട്ടി നേതാക്കളുടെ ഭാഷ, പെരുമാറ്റം, പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധം എന്നിവ ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉയരുമ്പോൾ അവയെ നിസ്സാരവൽക്കരിക്കുകയോ വികാരപരമായ വിശദീകരണങ്ങളിലൂടെ മറികടക്കുകയോ ചെയ്യുന്നതിനേക്കാൾ വ്യക്തവും വിശ്വസനീയവുമായ മറുപടി നൽകുകയാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ശരിയായ മാർഗം. പണ്ടത്തെ പോലെ പറഞ്ഞത് പറഞ്ഞില്ല എന്നും മാറ്റി പറയുന്നതുമൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നടക്കുന്ന കാര്യമല്ല. കാരണം സോഷ്യൽ മീഡിയ അത്ര വികസിച്ചു കഴിഞ്ഞു. ഓരോ വാർത്തയും നിമിഷ നേരം കൊണ്ടാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തുന്നത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതുന്നത് വെറും തെറ്റായ ധാരണ മാത്രമാണ് ഇന്നത്തെ കാലത്ത്. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം ഇന്ന് പുതിയ തലമുറയുടെ വിലയിരുത്തലിന് വിധേയമാണ്. അവർക്ക് വേണ്ടത് മുദ്രാവാക്യങ്ങളൊന്നുമല്ല, ഭരണത്തിലെ കാര്യക്ഷമതയും രാഷ്ട്രീയത്തിലെ പക്വതയുമാണ്. എതിരാളിയെ ഇല്ലാതാക്കേണ്ട ശത്രുവായി കാണുന്ന സമീപനത്തിൽ നിന്ന് എതിരഭിപ്രായം പറയുന്ന പൗരനായി കാണുന്ന സമീപനത്തിലേക്ക് രാഷ്ട്രീയം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കെ രാഗേഷിന്റെ പ്രസംഗത്തെ ചുറ്റിപ്പറ്റിയ വിവാദം അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഭാഷ എങ്ങോട്ടാണ് പോകുന്നതെന്ന വലിയ ചോദ്യത്തിന്റെ ഭാഗമാണത്. അധികാരത്തിലിരിക്കുന്നവരുടെ വാക്കുകൾക്ക് സാധാരണ പ്രവർത്തകരുടേതിനേക്കാൾ കൂടുതൽ വിലയുണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഭാരത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ ശക്തി അളക്കുന്നത് എതിരാളിയെ ഭയപ്പെടുത്താനുള്ള കഴിവുകൊണ്ടൊന്നുമല്ല, എതിരാളിയുടെ അഭിപ്രായം കേൾക്കാനുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്, ഉത്തരം പറയാനുള്ള തന്റേടം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലല്ല, വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണെന്ന് പറയുന്നത്. ചരിത്രം കാണിച്ചു തന്നത് ആക്രോശത്തിന്റെ രാഷ്ട്രീയം താൽക്കാലിക കയ്യടി നേടുമെങ്കിലും ദീർഘകാല ബഹുമാനം നേടുന്നത് സംയമനത്തിന്റെ രാഷ്ട്രീയമാണെന്നതാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലെ കൊടികളുടെ ഉയരം കൊണ്ടല്ല, ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന വിശ്വാസം കൊണ്ടാണ് ഒരു പ്രസ്ഥാനം വിലയിരുത്തപ്പെടേണ്ടത്, വളരേണ്ടത്. വാക്കുകൾക്ക് തീപിടിപ്പിക്കാനല്ല, മുറിവുണക്കാനാണ് ഉപയോഗിക്കേണ്ടത്. നേതാക്കളുടെ ഓരോ പ്രസംഗവും ആ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കേണ്ടതുമുണ്ട്. കാരണം രാഷ്ട്രീയ പ്രസംഗങ്ങൾ അവസാനിച്ചാലും അവ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ കാലം സമൂഹത്തോടൊപ്പം നിലനിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും കമ്മികൾക്ക് നേരം വെളുക്കില്ല എന്നറിയാമെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ, അല്ലെങ്കിലും പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഗേഷ് ഇങ്ങനെ തന്നെ പ്രതിരോധിക്കണം. കാരണം പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ കപ്പിത്താന് കർണന്റെ അവതാരമാണ് കെ രാഗേഷ് എന്ന്. അപ്പോൾ കപ്പിത്താനും കപ്പലും മൂക്കോളം മുങ്ങുമ്പോൾ എന്തിനേയും ഇതുപോലെ അക്രമ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞു തന്നെ പ്രതിരോധിക്കണം.